എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കോളിഫ്ലവർ കൊണ്ടുള്ള കുറച്ച് വ്യത്യാസമായ ഒരു പക്കോടയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പക്കോട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പക്കോട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കോളിഫ്ലവർ കൂടെ മുറിച്ച് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റാണ് ഇത് തിളപ്പിക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. കടലമാവ് മാത്രം ചേർത്തുണ്ടാക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വൈറ്റ് പെപ്പറാണ്, 3/4 ടീസ്പൂൺ വൈറ്റ് പെപ്പറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അരിപ്പൊടിയോ കോൺഫ്ലവറോ ഒന്നും ചേർക്കുന്നില്ല. ഈ കടലമാവ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാലും നല്ല ക്രിസ്പി ആയിട്ട് ഇത് വരും. കൂട്ടുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് കോളിഫ്ലവറിന് മുകളിലായിട്ട് നല്ല കോട്ട് ചെയ്ത് വരുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ ഈ ബാറ്ററിലേക്ക് കുറച്ച് വൈറ്റ് പെപ്പറും കുറച്ച് അയമോദകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് ഇത് രണ്ടാമതായിട്ട് ചേർത്ത് കാണിക്കുന്നത്. അടുത്തതായി ബാറ്ററിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് വേണം കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമാക്കി വയ്ക്കാം. തിരിച്ചും മറിച്ചും ഇതിൻ്റെ പുറം ക്രിസ്പി ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ കളറാകുമ്പോൾ ഇതൊന്ന് കോരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തിയുമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട.